ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഞാൻ വന്നേക്കുന്ന സേമിയ ഉപ്പുമാവ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സേമിയ ഉപ്പുമാവ് റെസിപ്പി. ഇതിനു വേണ്ടി ആവശ്യമായി വരുന്ന സാധനങ്ങൾ: പച്ച ഗ്രീൻ പീസ്, സവാള, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ തക്കാളി, 1 സ്പൂൺ ഉഴുന്ന്, കശുവണ്ടി, കപ്പലണ്ടി. നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇതിനകത്ത് എല്ലാ വെജിറ്റബിൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് കറിവേപ്പില. പാകം ചെയ്യാൻ ആവശ്യമായ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള സേമിയ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു തിള വന്നതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുക. ഓയിൽ ഒഴിക്കുന്നതും വീണ്ടും ഒന്നും കൂടി തണുത്ത വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുന്നതും സേമിയ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്ക്കകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന കശുവണ്ടി, അണ്ടിപ്പരിപ്പും ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആദ്യം അതിനകത്തുനിന്ന് മാറ്റുക. അതിന് ശേഷം ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക ചെയ്യുന്നത്. ഫോളോ ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയുന്നത്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്ന് ആദ്യമേ ഇടരുത്. ഉഴുന്ന് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അതുപോലെ ഒരുപാട് മൂത്തും പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വന്നതിന് ശേഷം നമ്മൾ ഉഴുന്നിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം തന്നെ നമ്മൾ പച്ച ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കണം. പച്ച ഗ്രീൻ പീസിന് കുറച്ച് വേവുള്ളത് കൊണ്ട് അത് ആദ്യം തന്നെ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് വേവ് ശരിയാവത്തില്ല. ഞാൻ ചെയ്ത് വന്നപ്പം അത് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ആദ്യം ഇടാൻ വിട്ടുപോയി. സവാള ഇട്ടിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്ലിയർ കളർ ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, പച്ച ഗ്രീൻ പീസ് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഞാനങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുന്നത് പച്ച ഗ്രീൻ പീസ് കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ ലേശം വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് മൂടി വെച്ച് വേവിച്ചത്. അപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് വെജിറ്റബിൾസ് എല്ലാം അങ്ങ് കുക്കായി കിട്ടും. വെജിറ്റബിൾ കുക്കായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കപ്പലണ്ടിയും കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചിരുന്ന സേമിയയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സേമിയ ഉപ്പുമാവ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ എന്തിനായാലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവും അതേപോലെ തന്നെ ടേസ്റ്റും ഒക്കെ ഇതിന് തന്നെ ഉണ്ട്. ഇനി കറി കൂട്ടി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊരു കറിയും കൂട്ടി കഴിക്കാവുന്നതും നല്ലതാണ്.
ഞാൻ തയ്യാറാക്കിയ സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching.